Dear students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി ആൻഡ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ. ആദ്യം നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി നോക്കാം. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ദ എക്സസ് ഓഫ് ആക്ച്വൽ ഓർ പ്രസൻറ്റ് സെയിൽസ് ഓവർ BEP സെയിൽസ് അല്ലേ. അതായത് നമുക്കറിയാം BEP സെയിൽസിൽ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല അല്ലേ. നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ ആണ് BEP സെയിൽസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മുടെ സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യും തോറും നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും അല്ലേ. അപ്പം നമ്മുടെ BEP സെയിൽസിനേക്കാൾ എത്രയാണോ നമ്മുടെ ആക്ച്വൽ സെയിൽസ് വരുന്നത്, ആ എക്സ്ട്രാ സെയിൽസ് വോളിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരിക? മാർജിൻ ഓഫ് സേഫ്റ്റി ഈക്വൽ ടു പ്രസൻറ്റ് സെയിൽസ് അല്ലെങ്കിൽ ആക്ച്വൽ സെയിൽസ് മൈനസ് BEP സെയിൽസ്. ഇത് നിങ്ങൾക്ക് ഞാൻ BEP ചാർട്ടിൽ വെച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇവിടെ കോസ്റ്റും റവന്യൂ ആണ് നമ്മുടെ Y ആക്സിസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. X ആക്സിസിൽ ഔട്ട്പുട്ട് ഇൻ യൂണിറ്റ്സ് ആണ്. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ലൈനാണ് എന്ത്? സെയിൽസ് ലൈൻ. ദെൻ കോസ്റ്റ് ലൈൻ, ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ 20 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ലൈനാണ് ടോട്ടൽ കോസ്റ്റ് ലൈൻ. രണ്ട് കോസ്റ്റ് ലൈനും സെയിൽസ് ലൈനും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റ് അല്ലേ, ഇതല്ലേ ഈ പോയിന്റ്, ഇതാണ് നമ്മുടെ BEP. ഇവിടെ സെയിൽസ് ഈക്വൽ ടു കോസ്റ്റ് ആണ്. സോ ഇവിടെ ഒരു ലോസും ഉണ്ടാവില്ല പ്രോഫിറ്റും ഉണ്ടാവില്ല. സോ BEP പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ് അല്ലേ. നോക്കുകയാണെങ്കിൽ ഈ 5000 യൂണിറ്റ്സ് ഇൻ 1000 ആണ്. 5000 യൂണിറ്റ്സ് ആണ് എന്ത്? BEP സെയിൽസ് വോളിയം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, ഈ 5000 യൂണിറ്റ്സിനേക്കാൾ എത്ര സെയിൽസ് കൂടിയാലും ഇത് ഏത് ഏരിയയിൽ വരുന്നതാണ്? മാർജിൻ ഓഫ് സേഫ്റ്റിൻ്റെ ഏരിയയിൽ വരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സെയിൽസ് വോളിയം എന്ന് പറയുന്നത് 6 ആണെങ്കിൽ 6000 യൂണിറ്റ്സ് ആണെങ്കിൽ നമ്മുടെ BEP എത്രയാണ്? 5000 യൂണിറ്റ്സ്. ഇത്രയും പോർഷൻ എന്തായിരിക്കും? മാർജിൻ ഓഫ് സേഫ്റ്റി ആണ് അല്ലേ. എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി? എക്സസ് ഓഫ് ആക്ച്വൽ സെയിൽസ് ഓവർ BEP സെയിൽസ്. BEP സെയിൽസ് എന്ന് പറയുന്നത് 5000, ആക്ച്വൽ സെയിൽസ് എന്ന് പറയുന്നത് 6000 അല്ലേ. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇടയിലുള്ള ഗ്യാപ്പ്, അതായത് 1000 യൂണിറ്റ്സ് ആയിരിക്കും. ഇപ്പോൾ 7000 യൂണിറ്റ്സ് ആണ് നമ്മുടെ സെയിൽസ് വോളിയം എന്നുണ്ടെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റി എത്രയായിരിക്കും? 5 to 7 ഇടയ്ക്കുള്ള ഈ ഗ്യാപ്പ് അല്ലേ, ഇതാണ് എന്ത്? മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. വോളിയമിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കോസ്റ്റും റവന്യൂ നോക്കുകയാണെങ്കിൽ ഇത്രയും വരുന്ന ഗ്യാപ്പാണ് എന്ത്? മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ BEPയിൽ ഉണ്ടാവുന്ന റവന്യൂ അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 50 ആണ്. സോ അതിന് മേലെയുള്ള പോർഷനാണ് ഏത് വരിക? മാർജിൻ ഓഫ് സേഫ്റ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? പ്രസൻറ്റ് സെയിൽസ് മൈനസ് BEP സെയിൽസ്. ഇത് നമുക്ക് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്? ഒരു ഫേമിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ മാർജിൻ ഓഫ് സേഫ്റ്റി കൂടുതലാണ്, ഹൈ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫേമിൻ്റെ സ്ട്രെങ്ത് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മാർജിൻ ഓഫ് സേഫ്റ്റി ലോ ആണെന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റർപ്രൈസ് വീക്കാണ് എന്നുള്ളതിൻ്റെ മീനിങ് ആണ്. ഓക്കെ, നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി പെർസെൻറ്റേജിലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരിക? ആക്ച്വൽ സെയിൽസ് മൈനസ് BEP സെയിൽസ് എന്തും കൂടി വരും? ഡിവൈഡഡ് ബൈ ആക്ച്വൽ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ വരിക? ആക്ച്വൽ സെയിൽസ് മൈനസ് BEP സെയിൽസ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഇൻറ്റു 100. ഈ ഒരു ഇക്വേഷനും യൂസ് ചെയ്യാം. ഓക്കെ, ഇതാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി? എക്സസ് ഓഫ് ആക്ച്വൽ സെയിൽസ് ഓവർ BEP സെയിൽസ്. ഇക്വേഷൻ എങ്ങനെ വരിക? ആക്ച്വൽ സെയിൽസ് മൈനസ് BEP സെയിൽസ്. നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? ആക്ച്വൽ സെയിൽസ് മൈനസ് BEP സെയിൽസ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ. എന്താണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ? അതിന് നമുക്ക് കോൺട്രിബ്യൂഷൻ മാർജിൻ അനാലിസിസ് എന്ന് പറയാം. ഇത് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടെക്നിക്ക് കൂടിയാണ്. ഇവിടെ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് റേഷ്യോ ഓഫ് കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് അല്ലേ. അതായത് കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോയിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്ത് വരും? PV റേഷ്യോ ഈക്വൽ ടു, നമുക്ക് ഷോർട്ടായിട്ട് എന്ത് എഴുതാം? PV റേഷ്യോ, അതായത് പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ്. ഇക്വേഷൻ എങ്ങനെയാണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് സെയിൽസ് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. സെയിൽസ് എങ്ങനെ കണ്ടുപിടിക്കാം? സെയിൽസിന് നമ്മൾ ആ സൈഡ് കൊണ്ടുപോവുക, PV റേഷ്യോനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എങ്ങനെ വരും ഇക്വേഷൻ?
സെയിൽസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ഇങ്ങോട്ട് വരും അല്ലേ. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ അല്ലേ. ഇതിൽ നിന്ന് തന്നെ കോൺട്രിബ്യൂഷനും കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഡിവൈഡഡ് ബൈ സെയിൽസിന് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പോൾ എങ്ങനെ വരും, കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു പി വി റേഷ്യോ ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ അങ്ങോട്ട് പോകുമ്പോൾ എന്താകും, ഇൻറ്റു ആകും. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആകും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും, കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമുക്ക് ചില സമയത്ത് 2 പീരീഡിലുള്ള സെയിൽസും പ്രോഫിറ്റ് തരും, പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ, അതായത് പി വി റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാൻ കഴിയില്ല. ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഇൻ 2 periods ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻ 2 periods അല്ലേ. അപ്പോൾ പ്രോഫിറ്റിലുള്ള ഡിഫറൻസ് എത്രയാണ് വന്നിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ സെയിൽസിലുള്ള ഡിഫറൻസ്. ഓക്കെ, അല്ലെങ്കിൽ വരുന്ന ഇക്വേഷൻ എന്താണ്, ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഇൻ 2 periods ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻ 2 periods. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇക്വേഷൻ നല്ലപോലെ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പി വി റേഷ്യോ കണ്ടുപിടിക്കാൻ 2 ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ എന്താണ്, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ്. ഇപ്പോൾ 2 പീരീഡിലുള്ള സെയിൽസും പ്രോഫിറ്റും തന്നിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഇൻ 2 periods ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻ 2 periods, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഇൻ 2 periods ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻ 2 periods. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് യൂസസ് ഓഫ് പി വി റേഷ്യോ നോക്കാം. പി വി റേഷ്യോ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, ഇറ്റ് ഹെൽപ്സ് ഇൻ കമ്പയറിങ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് വേരിയസ് പ്രൊഡക്റ്റ്. അതായത് നമുക്ക് 2-3 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ഏത് പ്രൊഡക്റ്റാണ് പ്രോഫിറ്റബിൾ എന്നറിയണം. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി കമ്പയർ ചെയ്യണം. ഓക്കെ, ഇത് കമ്പയർ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, പി വി റേഷ്യോ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഓരോ പ്രൊഡക്റ്റിൻ്റെയും പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. ഹൈ പി വി റേഷ്യോ ആണെങ്കിൽ അതിന് ഹൈ പ്രോഫിറ്റബിലിറ്റി എന്നർത്ഥം, ലോ പി വി റേഷ്യോ ആണെങ്കിൽ അതിന് ലോ പ്രോഫിറ്റബിലിറ്റി എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും പി വി റേഷ്യോ കണ്ടുപിടിച്ച് അത് കമ്പയർ ചെയ്തിട്ട് ഏത് പ്രൊഡക്റ്റാണ് മോർ പ്രോഫിറ്റബിൾ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് പി വി റേഷ്യോ മാനേജ്മെൻറ്റ് ക്യാൻ എസ്റ്റിമേറ്റ് സെയിൽസ്, പ്രോഫിറ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് അല്ലേ. പി വി റേഷ്യോ യൂസ് ചെയ്തിട്ട് ഒരു മാനേജറിന് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും, സെയിൽസ്, പ്രോഫിറ്റ്, വേരിയബിൾ കോസ്റ്റ്. ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന സെയിൽ വോളിയം എത്രയാണ്, അതിൻ്റെ പ്രോഫിറ്റ് എത്രയായിരിക്കും, വേരിയബിൾ കോസ്റ്റ് എത്രയായിരിക്കും എന്നൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താണ്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഡിറ്റർമിനിങ് പ്രൈസിംഗ് പോളിസി ആൻഡ് അതർ മാനേജറിയൽ പോളിസീസ് അല്ലെ. മാനേജേഴ്സിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിസി ഫോർമുലേറ്റ് ചെയ്യാൻ പി വി റേഷ്യോ യൂസ്ഫുൾ ആണ്. ദെൻ നെക്സ്റ്റ് എന്താണ്, ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഇൻ മാനേജറിയൽ ഡിസിഷൻ അല്ലേ. അതായത് മാനേജേഴ്സിന് ഡിസിഷൻ എടുക്കുന്ന സമയത്തുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് എന്ത്, പി വി റേഷ്യോ. എന്തിനെക്കുറിച്ചുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ, അതായത് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ലൈൻ, പ്രൊഡക്റ്റ് മിക്സ്, ഡിഫറെൻറ്റ് പ്രൊഡക്ഷൻ ടെക്നിക്സ് ഒക്കെ ഉള്ള സമയത്ത് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്തിട്ട് അതിൽ ബെസ്റ്റ് വൺ ഏതാണ് എന്ന് ഡിസൈഡ് ചെയ്യാൻ ഏത് ടൂളാണ് യൂസ് ചെയ്യുക, പി വി റേഷ്യോ യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് ബി ഇ പി അല്ലേ. ബി ഇ പി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പി വി റേഷ്യോ യൂസ് ചെയ്യാം. പി വി റേഷ്യോ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബി ഇ പി കാൽക്കുലേറ്റ് ചെയ്യാം. ഇക്വേഷൻ എന്താ വരിക, ഫിക്സഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. എന്താണ് ഫിക്സഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. നല്ലപോലെ പഠിച്ചു വെക്കേണ്ടതാണ് ഈ ഇക്വേഷൻസ് ഒക്കെ, മനസ്സിലാക്കി വെക്കുക. പി വി റേഷ്യോ വെച്ചിട്ട് നമ്മൾ ബി ഇ പി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ എങ്ങനെ വരും, ഫിക്സഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് സെയിൽസ് വോളിയം റിക്വയർഡ് ടു ഏൺ എ ഗിവൺ പ്രോഫിറ്റ് അല്ലേ. നമ്മൾ പ്രോഫിറ്റ് ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെക്കും. ആ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി എത്രയാണ് സെയിൽസ് വോളിയം അല്ലേ, എത്ര പ്രൊഡക്റ്റ് സെയിൽ ചെയ്താലാണ് നമുക്ക് ആ ഒരു പ്രോഫിറ്റ് കിട്ടുക എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഏത് ഇക്വേഷൻ അഡോപ്റ്റ് ചെയ്താൽ മതി, ഫിക്സഡ് എക്സ്പെൻസസ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. എങ്ങനെ വരിക, ഫിക്സഡ് എക്സ്പെൻസസ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി പി വി റേഷ്യോ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഇക്വേഷൻ എന്താ വരിക, പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. എന്താണ്, പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക, പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻറ്റു സെയിൽസ് അല്ലേ. ആക്ച്വലി ഇതെന്താണ്, പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ തന്നെയാണ്. പി വി റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ് വരിക, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഡിനോമിനേറ്ററിൽ എങ്ങനെ വന്നിരിക്കുന്ന, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്, പ്രോഫിറ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ
അല്ലേ? ദെൻ ഈ ഒരു ഇക്വേഷനിൽ നിന്ന്, അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോയിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? ഈ പ്രോഫിറ്റ് ഇവിടെ തന്നെ നിർത്തുക, ഡിവൈഡഡ് ബൈ പി വി റേഷ്യോനെ ആ സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? പ്രോഫിറ്റ് ഈക്വൽ ടു മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു, അല്ലെ, ഇവിടെ ഡിവൈഡഡ് എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും, മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻറ്റു പി വി റേഷ്യോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസസ് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ കാൽക്കുലേറ്റിംഗ് പ്രോഫിറ്റ് അറ്റ് എനി വോളിയൂം ഓഫ് സെയിൽസ്, അല്ലേ? പ്രോഫിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്? സെയിൽസ് വോളിയൂം ഇൻറ്റു പി വി റേഷ്യോ. സിമ്പിളാണ്. എന്താണ്? സെയിൽസ് വോളിയൂം ഇൻറ്റു പി വി റേഷ്യോ. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് പ്രോഫിറ്റ് കാണുക? കോൺട്രിബ്യൂഷൻ കാണും, അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ. ദെൻ നെക്സ്റ്റ് യൂസ് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് ദ റിക്കോർഡ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്, അല്ലേ? സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ നമുക്ക് പി വി റേഷ്യോ യൂസ് ചെയ്യാം. ഇക്വേഷൻ എങ്ങനെ വരും? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ 100 മൈനസ് പി വി റേഷ്യോ. എന്താണ്? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ 100 മൈനസ് പി വി റേഷ്യോ. ദെൻ ലാസ്റ്റ് വൺ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ് വേരിയബിൾ കോസ്റ്റ് ഫോർ എനി വോളിയൂം ഓഫ് സെയിൽസ്. നമുക്ക് വേരിയബിൾ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ ഏത് യൂസ്ഫുൾ ആണ്? പി വി റേഷ്യോ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത്രയാണ് പി വി റേഷ്യോൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് യൂസസ്. ഏതൊക്കെയാണ്? അത് പ്രോഫിറ്റബിലിറ്റി കമ്പയർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സെയിൽസ് പ്രോഫിറ്റ് വേരിയബിൾ കോസ്റ്റൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യാൻ യൂസ്ഫുൾ ആണ്. അത് ഡിഫറെൻറ്റ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ മാനേജേഴ്സിന് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ മാനേജേഴ്സിന് ഒരുപാട് ഡിസിഷൻ എടുക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് പി വി റേഷ്യോ. ദെൻ ബി ഇ പി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പി വി റേഷ്യോ യൂസ് ചെയ്യാം. ഇക്വേഷൻ എങ്ങനെ വരും? ഫിക്സഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. അതുപോലെ തന്നെ സർട്ടൻ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്രയായിരിക്കണം സെയിൽസ് വോളിയം, ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് പി വി റേഷ്യോ യൂസ് ചെയ്യാം. ഇക്വേഷൻ എങ്ങനെ വരും? ഫിക്സഡ് എക്സ്പെൻസസ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ദെൻ മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാൻ നമുക്ക് പി വി റേഷ്യോ യൂസ് ചെയ്യാം. ഇക്വേഷൻ എങ്ങനെ വരും? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഓക്കെ. ദെൻ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പി വി റേഷ്യോ യൂസ് ചെയ്യാം. എങ്ങനെ വരും ഇക്വേഷൻ? സെയിൽസ് വോളിയം ഇൻറ്റു പി വി റേഷ്യോ, അല്ലേ? ദെൻ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എങ്ങനെ വരും? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ 100 മൈനസ് പി വി റേഷ്യോ. ദ ലാസ്റ്റ് വൺ നമുക്ക് വേരിയബിൾ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പി വി റേഷ്യോ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് യൂസസ്. ഇമ്പോർട്ടൻ്റ് ആണ്, കാണാതെ പഠിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. ഇതിൻ്റെ പ്രോബ്ലംസും ചെറിയൊരു നോട്ടും കൂടി ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.